കെഎസ്ആർടിസി ഇലക്ട്രിക് ബസ് വിവാദത്തിൽ അതൃപ്തി പരസ്യമാക്കി ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. ഇനിയൊരു തീരുമാനവും താൻ എടുക്കുന്നില്ലെന്നായിരുന്നു മന്ത്രിയുടെ മറുപടി. ശിക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ തീരുമാനമെടുക്കണ്ടല്ലോ എന്നും മന്ത്രി പറഞ്ഞു. ഗതാഗത മന്ത്രിയായി ചുമതലയേറ്റ് ആഴ്ചകൾക്കിടെ ലഭിച്ച ഇലക്ട്രിക് ഷോക്ക് ഗണേഷിനെ ആകെ ഉലച്ചു. ഇലക്ട്രിക് ബസ് വിവാദത്തിൽ CPM ഇടപെട്ട് മന്ത്രിയെ തിരുത്തിയതിനു ശേഷം ആദ്യമായാണ് ഗണേഷ് കുമാർ പ്രതികരിക്കുന്നത്. കൃത്യം മറുപടി പ്രതീക്ഷിച്ചെടുത്ത് പക്ഷേ നടന്നത് മറിച്ച്. അതിനെപ്പറ്റി ഒന്നും പറയാനില്ല. ഗണേഷ് കുമാറിനെ കുനിച്ചിരുത്തി ഇടിച്ചു കഴിഞ്ഞു. വിട്ടേക്ക് കഴിഞ്ഞില്ല, ശിക്ഷ കഴിഞ്ഞില്ല, ഇനി ഇത് വിട്. അതിൽ കാര്യമൊന്നുമില്ല. ഒരു പുതിയ തീരുമാനമില്ല. ഒരു തീരുമാനം എടുക്കുന്നില്ല. ഇനി മതിയായി. ഒരാഴ്ച കൊണ്ട് നിങ്ങൾ മതിയായി. ഒരു സ്വകാര്യ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോഴും ചിലർ തന്നെ ദ്രോഹിക്കാൻ ശ്രമിക്കുന്നതായി മന്ത്രി തുറന്നു പറഞ്ഞു. എന്നെ ഉപദ്രവിക്കാൻ ആണെങ്കിൽ എനിക്കൊരു യാതൊരു വിരോധമില്ല. ഉപദ്രവിച്ചോളുക. ചില ആളുകൾക്ക് ഉദ്ദേശമുണ്ട് ഉപദ്രവിക്കുക എന്നുള്ളത്. എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഇവർക്ക് ആർക്കും ഒരു ദ്രോഹം ചെയ്തില്ല. വല്ലപ്പോഴും ഒരു സത്യം പറയുന്നത് സത്യം പറയുള്ളൂ. ഞാൻ പറഞ്ഞ സത്യമാണെന്ന് തെളിയിക്കാൻ എനിക്ക് ആരുടെയും പോകില്ല. ഞാൻ അച്ഛനറിയാം, ഞാൻ നല്ല ദൈവവിശ്വാസിയാണ്. ഞാൻ പറയുന്ന സത്യങ്ങളൊക്കെ ദൈവത്തിന് മുമ്പിൽ തെളിയും. ഇലക്ട്രിക് ബസിന്റെ വരവ് ചിലവ് കണക്ക് ഇന്നലെ KSRTC മന്ത്രിക്ക് കൈമാറിയിട്ടുണ്ട്. പക്ഷേ അതിൽ നടപടിയൊന്നും മന്ത്രി എടുത്തിട്ടില്ല. കണക്ക് മാധ്യമങ്ങൾക്ക് ചോർന്നതിൽ ഉദ്യോഗസ്ഥരോട് വിശദീകരണം തേടിയിട്ടുണ്ട്. മീഡിയ 1 തിരുവനന്തപുരം.